വിശുദ്ധ റമദാനും ഈദുൽ ഫിത്റുമെല്ലാം നമ്മോട് വിട പറഞ്ഞിരിക്കുന്നു. റമദാനെ പ്രയോജനപ്പെടുത്തിയതിൽ നമുക്കിടയിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാം. അല്ലാഹു തആല പുറത്തു തരുമാറാവട്ടെ. ഏതായാലും ഇനിയും ധാരാളം റമദാനുകളിൽ ആരോഗ്യത്തോടുകൂടി ജീവിക്കുവാൻ നാഥൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റമദാനിന് ശേഷമുള്ള ആദ്യത്തെ ജുമുഅ ഖുത്ബ എന്ന നിലയിൽ 5 കാര്യങ്ങൾ ജാഗ്രത കൈവരിക്കാനാണ് ഓർമ്മിപ്പിക്കുന്നത്. 5 കാര്യങ്ങളിൽ പ്രത്യേകമായ ഉണർവ് കൈവരിക്കുവാനാണ് ഓർമ്മിപ്പിക്കുന്നത്. അതിലെ ഒന്നാമത്തെ കാര്യം നമുക്കൊക്കെ അറിയാവുന്നത് പോലെ റമദാൻ എന്ന് പറയുന്നത് പിശാചിനെ ചെങ്ങലക്കിടുന്ന മാസമായിരുന്നു. ഇദാ ജാഅ റമദാനു ഫുത്തിഹത് അബ്വാബുൽ ജന്നതി വഗുല്ലിഖത് അബ്വാബുൻ നാരി വസുഫിദത്തി ശയാത്തീൻ. റമദാൻ സമാഗതമായി കഴിഞ്ഞാൽ സ്വർഗ കവാടങ്ങൾ തുറക്കപ്പെടുകയും നരക കവാടങ്ങൾ അടക്കപ്പെടുകയും പിശാചുക്കൾക്ക് ചെങ്ങല വീഴുകയും ചെയ്യുമെന്നാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. എന്നാൽ റമദാൻ കഴിയുന്നതോടുകൂടി പിശാചിന്റെ ചെങ്ങല അഴിഞ്ഞിരിക്കുന്നു എന്നുള്ള ചിന്ത നമുക്കുണ്ടാവണം സഹോദരങ്ങളെ. പിശാചിന്റെ പ്രലോഭനങ്ങളിൽ അകപ്പെടാതെയുള്ള ജീവിതം സാധ്യമാവുക എന്നതാണ് നാം കൈവരിക്കേണ്ടുന്ന ഒന്നാമത്തെ ജാഗ്രത എന്ന് പറയുന്നത്. അതാണ് അല്ലാഹു പറയുന്നത്, അലം അഅ്ഹദ് ഇലൈക്കും യാ ബനി ആദമ അല്ലാ തഅ്ബുദു ശൈത്താൻ. മനുഷ്യസന്തതികളെ, ആദമിന്റെ മക്കളെ, നിങ്ങൾ പിശാചിന് കീഴ്പ്പെടരുതെന്ന് നാം നിങ്ങളോട് വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? നാളെ മനുഷ്യരെ പരലോകത്ത് അല്ലാഹു തആല ഒരുമിപ്പിച്ചു നിർത്തിക്കൊണ്ട് ആ മനുഷ്യനോട് അല്ലാഹു തആല പറയുകയാണ്, ചോദിക്കുകയാണ്, അലം അഅ്ഹദ് ഇലൈക്കും യാ ബനി ആദമ അല്ലാ തഅ്ബുദു ശൈത്താൻ. മനുഷ്യസന്തതികളെ, പിശാചിന് കീഴ്പ്പെടരുതെന്ന് നാം നിങ്ങളോട് വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? ഇന്നഹു ലക്കും അദുവ്വും മുബീൻ. നിശ്ചയം പിശാച് നിങ്ങളെ എത്ര പ്രലോഭിപ്പിക്കുവാൻ ശ്രമിച്ചാലും നിങ്ങൾ മനസ്സിലാക്കേണ്ടിയിരുന്നത് നിശ്ചയം പിശാച് നിങ്ങളുടെ വ്യക്തമായ ശത്രുവാണെന്നാണ്. പിശാചിന് നിങ്ങൾ ഒരിക്കലും കീഴ്പ്പെടാൻ പാടില്ലായിരുന്നു. അതുപോലെ നിങ്ങളോട് ദുനിയാവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, നിങ്ങൾ അള്ളാഹുവിന് മാത്രം കീഴ്പ്പെട്ട് ജീവിക്കണമെന്ന്. അള്ളാഹു പറയാണ്, നാളെ പരലോകത്ത് അള്ളാഹു പറയുമെന്ന് വിശുദ്ധ ഖുർആനിലെ സൂറത്ത് യാസീനിലൂടെ അള്ളാഹു അറിയിക്കുകയാണ്. അള്ളാഹു പറയും, അള്ളാഹു നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, വഅനിഅ്ബുദൂനി ഹാദാ സിറാത്തും മുസ്തഖീം, നിങ്ങൾ എന്നെ മാത്രം കീഴ്പ്പെട്ട് ജീവിക്കണമെന്ന്. ഇതാണ് എന്റെ ചൊവ്വായ മാർഗം. ആ മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കാതെ, പിശാചിനെ അല്പം പോലും വിധേയപ്പെടാതെ എന്നെ മാത്രം വഴിപ്പെട്ടുകൊണ്ട് നിങ്ങൾ ജീവിക്കണേ എന്നും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? വലഖദ് അദല്ല മിൻകും ജിബില്ലൻ കസീറാ അഫലം തകൂനു തഅഖിലൂൻ. ആ പിശാച് നിങ്ങളിൽ എത്രയോ സൃഷ്ടികളെ പിഴപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ എന്തേ അത് ചിന്തിക്കാതെ പോയത്? ആ പിശാച് നിങ്ങളിൽ എത്രയോ സൃഷ്ടികളെ പിഴപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾ ചിന്തിക്കാതെ പോയോ മനുഷ്യരെ എന്ന് നാളെ പരലോകത്ത് അല്ലാഹു മനുഷ്യരെ അണിനിരത്തിക്കൊണ്ട് മഹ്ശറിൽ അണിനിരത്തിക്കൊണ്ട് ചോദിക്കുമെന്ന വിശുദ്ധ ഖുർആനിലെ സൂറത്ത് യാസീനിലൂടെ അല്ലാഹു നമ്മെ അറിയിക്കുന്ന സഹോദരങ്ങളെ, വിശ്വാസി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം റമദാൻ കഴിഞ്ഞ ആത്മീയ ചൈതന്യത്തിന്റെ നിറവിലാണ് നാം ഉള്ളത്. നമുക്കിടയിൽ റമദാനെ വ്യത്യസ്തങ്ങളായ തലങ്ങളിൽ ഉപയോഗപ്പെടുത്തിയവരുണ്ട്. ഏറ്റക്കുറച്ചിലുകൾ ഉണ്ട് എന്ന് ആരംഭത്തിൽ തന്നെ നമ്മൾ പറഞ്ഞു. എന്നാൽ പോലും ഓരോരുത്തരും എത്തിപ്പെടാവുന്നതിന്റെ മാക്സിമം ലെവലിലാണ് ആത്മീയമായ ചൈതന്യത്തിൽ ഇപ്പോഴുള്ളത്. സഹോദരങ്ങളെ, ഇനിയും ഉന്നതങ്ങളിലേക്ക് ഉയരാൻ നമുക്ക് സാധിക്കും. പക്ഷേ നാം ഇതുവരെ എത്തിപ്പെട്ടതിന്റെ ഏറ്റവും ഉയർന്ന അവസ്ഥയിലാണ് റമദാനിൽ സൂക്ഷ്മത കൈകൊണ്ടവരെല്ലാവരും ഉള്ളത് എന്ന് മൊത്തത്തിൽ പറയാൻ കഴിയും. ഈ സാഹചര്യത്തിൽ ഏറ്റവും പ്രകോപിതനാവുന്നത് പിശാചാണ്. ഈ ആത്മീയ ചൈതന്യത്തിന്റെ നിറവിൽ നിൽക്കുന്ന വിശ്വാസികളെ കാണുമ്പോ പിശാചിന് വല്ലാത്ത അസൂയയും പ്രകോപനവുമാണ്. ആ പിശാച് മനുഷ്യനെ വഴിതെറ്റിക്കുവാൻ കിണഞ്ഞു ശ്രമിക്കും. ആ പിശാച് വിശ്വാസികളെ വഴിതെറ്റിക്കുവാനും അവരുടെ ചൈതന്യത്തെ തകർത്ത് കളയാനും പരമാവധി പരിശ്രമിക്കുമെന്ന ബോധം വിശ്വാസികൾക്ക് വേണമെന്ന് കൂടി ഖുർആൻ പറയുന്നുണ്ട്, അല്ലാഹു പറയുന്നുണ്ട്.
ഖാല ഫബിമാ അഗ്വൈതനി ലഅഖുദന്ന ലഹും സിറാത്തൽ മുസ്തഖീം. പിശാചിനെ പുറത്താക്കുന്ന ഘട്ടത്തിൽ, സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുന്ന ഘട്ടത്തിൽ പിശാച് പറഞ്ഞു എന്നുള്ളതാണ്. ഫബിമാ അഗ്വൈതനി ലഅഖുദന്ന ലഹും സിറാത്തൽ മുസ്തഖീം. പടച്ചവൻ പറയാണ്, അല്ലാഹുവിനോട് പിശാച് പറഞ്ഞു, പടച്ചവനെ, നീ എന്നെ പിഴപ്പിച്ചത് നിമിത്തം, നീ എന്നെ പുറത്താക്കിയത് നിമിത്തം എനിക്ക് നിന്നോട് തീർത്താൽ തീരാത്ത പകയുണ്ട്. അതിനാൽ ലഅഖുദന്നലഹും സിറാത്തൽ മുസ്തഖീം, നിന്റെ സച്ചരിതരായ ദാസന്മാരെ പോലും വഴിതെറ്റിക്കാൻ വേണ്ടി ഞാൻ കിണഞ്ഞ് പരിശ്രമിക്കുന്നതാണ്. നിന്റെ ചൊവ്വായ മാർഗത്തിൽ ഞാൻ ഇരിക്കും. നീ നിന്റെ അടിമകൾക്ക് വരച്ചു കൊടുത്തിട്ടുള്ള ചൊവ്വായ മാർഗമുണ്ടല്ലോ, ആ മാർഗത്തിൽ ഞാൻ പതിയിരിക്കുന്നതാണ്. സുമ്മല ആതിയന്നഹും മിൻ ബൈനി ഐദീഹിം വമിൻ ഖൽഫിഹിം വഅൻ അയ്മാനിഹിം വഅൻ ശമായിലിഹിം. പിന്നീട് ഞാൻ അവരെ പിഴപ്പിക്കാൻ വേണ്ടി അവരുടെ അടുക്കലേക്ക് ചെല്ലും. എങ്ങനെ ചെല്ലും? മിൻ ബൈനി ഐദീഹിം, അവരുടെ മുൻവശത്തിലൂടെ ഞാൻ ചെല്ലും. വമിൻ ഖൽഫിഹിം, അവരുടെ പിറകുവശത്തിലൂടെയും ഞാൻ ചെല്ലും. അവരെ ആകർഷിക്കാൻ, അവരെ പ്രലോഭിപ്പിക്കാൻ, അവരെ ചിന്താപരമായി തകർക്കാൻ, അവരെ കർമ്മപരമായി വ്യതിചലിപ്പിക്കാൻ ഞാൻ കിണഞ്ഞു പരിശ്രമിക്കുന്നതാണ്. സുമ്മല ആതിയന്നഹും മിൻ ബൈനി ഐദീഹിം, അവരുടെ മുൻവശത്തിലൂടെ അവരുടെ അടുക്കലേക്ക് ഞാൻ ചെല്ലും. വമിൻ ഖൽഫിഹിം, അവരുടെ പിറകുവശത്തിലൂടെയും ചെല്ലും. വഅൻ അയ്മാനിഹിം വഅൻ ശമായിലിഹിം, അവരുടെ വലത് ഭാഗത്തിലൂടെയും ഇടത് ഭാഗത്തിലൂടെയും ഞാൻ ചെല്ലും. വലാ തജിദു അക്സറഹും ശാകിരീൻ. അല്ലാഹു പറയാണ്, അല്ലാഹുവോട് പിശാച് പറയാണ്, പടച്ചവനെ, വലാ തജിദു അക്സറഹും ശാകിരീൻ, നിന്റെ ദാസന്മാരിൽ, നിന്റെ അടിമകളിൽ അധിക പേരെയും നന്ദിയുള്ളവരായി നിനക്ക് കണ്ടെത്താൻ സാധിക്കുകയില്ല. സച്ചരിതരായ അടിമകളെ പിഴപ്പിക്കാൻ കഴിയൂല എന്ന് അല്ലാഹു തന്നെ വേറൊരു ഘട്ടത്തിൽ പിശാചിനോട് പറയുന്നുണ്ട്. പക്ഷേ അടിമകളിൽ ധാരാളം പേരെ, അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ധാരാളം പേരെ പിശാചിനെ വഴിപിഴപ്പിക്കാൻ കഴിയുമെന്ന പിശാചി അള്ളാഹുവിനോട് പറയുമ്പോ അള്ളാഹു നിനക്കതിന് കഴിയൂല എന്നൊന്നും പറഞ്ഞിട്ടില്ല. അള്ളാഹു പറഞ്ഞത് ഖാല ഉഖ്റുജ് മിൻഹാ മദ്ഊമൻ മദ്ഹൂറാ. ഖാല, അല്ലാഹു തആല പറഞ്ഞു, ഉഖ്റുജ് മിൻഹാ മദ്ഊമൻ മദ്ഹൂറാ, നീ തള്ളപ്പെട്ടവനും നിന്ദ്യനുമായി കൊണ്ട് ഈ സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്തു പോകണം. ഇവിടെ വാചകമടിച്ചു നിൽക്കണ്ട. നീ തള്ളപ്പെട്ടവനും നിന്ദ്യനുമായി സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്തു പോകണം. ലമൻ തബിഅക മിൻഹും ലഅംലഅന്ന ജഹന്നമ മിൻകും അജ്മഈൻ. നീ പറഞ്ഞതുപോലെ ആരെങ്കിലും നിന്നെ പിന്തുടർന്നാൽ നിന്റെ കൂടെ അവരെയും കൂടെ ചേർത്തുകൊണ്ട് നിശ്ചയം ഞാൻ നരകം നിറക്കുന്നതാണെന്ന് അല്ലാഹു പറയാ. അങ്ങനെ ആര് നിന്നെ പിന്തുടർന്നുവോ നിന്റെ കൂടെ അവരെയും കൂടെ ചേർത്തുകൊണ്ട് നിശ്ചയം ഞാൻ നരകം നിറക്കുന്നതാണ് സഹോദരങ്ങളെ. അങ്ങനെയാണ് അല്ലാഹു പറഞ്ഞത്. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ, എപ്പോഴും പിശാചിൽ നിന്ന് അഭയം തേടുകയാണ് വിശ്വാസി ചെയ്യേണ്ടത്. പിശാച് മനുഷ്യനെ പ്രലോഭിപ്പിച്ചുകൊണ്ടേയിരിക്കും. പിശാച് മനുഷ്യനെ പ്രചോദിപ്പിച്ചുകൊണ്ടേയിരിക്കും. പിശാച് മനുഷ്യനെ ക്ഷണിക്കും, അധർമ്മത്തിലേക്ക് ക്ഷണിക്കും, വ്യഭിചാരത്തിലേക്ക് ക്ഷണിക്കും, മോഷണത്തിലേക്ക് ക്ഷണിക്കും, കൊലപാതകങ്ങളിലേക്ക്, അക്രമങ്ങളിലേക്ക് ക്ഷണിക്കും, ധൂർത്തിലേക്ക് ക്ഷണിക്കും, പൊങ്ങച്ചത്തിലേക്ക് ക്ഷണിക്കും. നല്ല കാര്യങ്ങൾ മോശമാണെന്ന് തോന്നിപ്പിക്കും, മോശപ്പെട്ട കാര്യങ്ങൾ നല്ലതാണെന്ന് തോന്നിപ്പിക്കും. അങ്ങനെയെല്ലാം മനുഷ്യ മനസ്സിൽ വ്യതിയാനങ്ങളും വ്യതിചലനങ്ങളും പ്രലോഭനങ്ങളും പിശാചുണ്ടാക്കുമ്പോ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, പടച്ചവനെ, ഞാനിതാ നിന്നോട് അഭയം തേടുന്നു. അല്ലാഹുവേ, ആട്ടിയോടിക്കപ്പെട്ട പിശാചിൽ നിന്നും, സ്വർഗത്തിൽ നിന്നും ആട്ടിയോടിക്കപ്പെട്ട പിശാചിൽ നിന്നും, നന്മയിൽ നിന്നും അനുഗ്രഹങ്ങളിൽ നിന്നും ആട്ടിയോടിക്കപ്പെട്ട പിശാചിൽ നിന്നും ഞാൻ നിന്നോട് അഭയം തേടുന്നു എന്ന് വിശ്വാസി എപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണമെന്ന ഖുർആൻ പറയുന്നത്. ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ്. പ്രവാചകരെ, നിങ്ങൾ പറയണം, അവരോട് പ്രാർത്ഥിക്കാൻ പറയണം. അഊദു ബിറബ്ബിന്നാസ്, ജനങ്ങളുടെ നാഥനോട് ഞാൻ കാവൽ ചോദിക്കുന്നു. മലിക്കിന്നാസ്, ജനങ്ങളുടെ രാജാവിനോട് ഞാൻ കാവൽ ചോദിക്കുന്നു. ഇലാഹിന്നാസ്, ജനങ്ങളുടെ ആരാധ്യനോട് ഞാൻ കാവൽ ചോദിക്കുന്നു. മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ്, പിശാചിന്റെ എല്ലാ ദുർബോധനങ്ങളിൽ നിന്നും. ജനങ്ങളുടെ രാജാവിനോട്, ജനങ്ങളുടെ ആരാധ്യനോട്, ജനങ്ങളുടെ രക്ഷിതാവിനോട് ഞാൻ കാവൽ ചോദിക്കുന്നു എന്നവർ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കട്ടെ
എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല നമ്മെ അറിയിക്കുകയാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, എപ്പോഴും പിശാചിനെ സംബന്ധിച്ചുള്ള ജാഗ്രത, പിശാചിന്റെ ഇടപെടലുകളും നമ്മെ സ്വാധീനിക്കാനുള്ള ശ്രമങ്ങളും എപ്പോഴും ഉണ്ടാകുമെന്നുള്ള ചിന്തയാൽ വിശ്വാസിക്ക് റമദാനിന് ശേഷം ജീവിക്കുവാൻ സാധിക്കണം എന്നുള്ളതാണ്. പിശാച് വീണ്ടും ചെങ്ങല അഴിഞ്ഞുപോയ അവസ്ഥയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, രണ്ടാമതായി ഓർമ്മിപ്പിക്കാനുള്ളത് നമ്മുടെ തുടർച്ചയുണ്ടാവണം എന്നുള്ളതാണ്. റമദാൻ അവസാനിക്കുന്ന ഖുതുബയിൽ നമ്മൾ പറഞ്ഞിരുന്നു, സഹോദരങ്ങളെ, നാം റമദാനികളാവാൻ പാടില്ല. റമദാനോടെ നമ്മുടെ സുഹൃതങ്ങളെല്ലാം അവസാനിക്കുന്ന അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഅന്ന അഹബ്ബൽ അഅമാലി ഇലല്ലാഹി അദ്വമുഹാ വഇൻ ഖല്ല. അള്ളാഹുവിന് തന്റെ അടിമകളുടെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും ഇഷ്ടമുള്ളത് ആ അടിമ സുസ്ഥിരമായി ചെയ്യുന്ന കർമ്മങ്ങളാണ്, എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങൾ. ആ അടിമ പ്രഭാതമായാൽ പ്രഭാത നമസ്കാരം കഴിഞ്ഞാൽ ഉടനെ ഖുർആൻ ഓതുകയാണ്. ആ അടിമ രാത്രി നമസ്കാരം നിർവഹിക്കുകയാണ്. റമദാനിൽ കൂടുതൽ ഉണ്ടാവും, പക്ഷേ റമദാൻ അല്ലാത്ത മാസങ്ങളിലും സുസ്ഥിരമായിട്ട് അയാളതങ്ങനെ നിർവഹിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ആ അടിമ സംഘടിത നമസ്കാരങ്ങൾക്ക് വേണ്ടി, ജുമുഅ ജമാഅത്തുകൾക്ക് വേണ്ടി പള്ളിയിലെത്തുകയാണ്. ഇങ്ങനെ അടിമ സുസ്ഥിരമായി ചെയ്യുന്ന കർമ്മങ്ങൾ, ആ അടിമ നിർബന്ധ നമസ്കാരങ്ങൾക്ക് പിറകെയും അതിന് മുൻപുമുള്ള റവാത്തിബ് സുന്നത്തുകൾ നിർവഹിക്കുകയാണ്. അങ്ങനെയുള്ള കർമ്മങ്ങളുണ്ടല്ലോ, ഐച്ഛികമായ നോമ്പുകൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ മാസങ്ങളിലും. അങ്ങനെ സുസ്ഥിരമായിട്ട് അടിമ ചെയ്യുന്ന കർമ്മങ്ങളാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളതെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. റമദാനോടുകൂടി എല്ലാം അവസാനിക്കുന്ന അവസ്ഥ വളരെ മോശമാണ്. യാ അബ്ദല്ലാഹ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അള്ളാഹുവിന്റെ അടിമേ, ലാ തകുൻ മിസ്ല ഫുലാനിൻ കാന യഖൂമുൽ ലൈല സുമ്മ തറക ഖിയാമൽ ലൈൽ. നീ ഒരു മനുഷ്യനെ പോലെയാവാൻ പാടില്ല. അയാൾ രാത്രി നമസ്കാരം വളരെ മനോഹരമായി നിർവഹിച്ചിരുന്നയാളായിരുന്നു. പിന്നീട് രാത്രി നമസ്കാരം പറ്റയങ്ങ് ഒഴിവാക്കി. രാത്രിയിൽ ഐച്ഛിക നമസ്കാരത്തിന്റെ ഒരു വിഹിതവുമില്ല, തഹജ്ജുദ് നമസ്കാരത്തിന്റെ ഒരു വിഹിതവുമില്ലാത്ത അവസ്ഥയുണ്ടായി. അങ്ങനെയുള്ള ഒരാളെ പോലെ നീ മാറരുത്. കാരണം തഹജ്ജുദും ഖിയാമുൽ ലൈലും റമദാനിന് മാത്രം പറഞ്ഞതല്ല എന്നുള്ളതാണ്. അതുകൊണ്ടാ പ്രവാചകൻ പറഞ്ഞത്, യാ അബ്ദല്ലാഹ് ലാ തകുൻ മിസ്ല ഫുലാനിൻ കാന യഖൂമുൽ ലൈല സുമ്മ തറക ഖിയാമൽ ലൈൽ. അല്ലാഹു തആല ആ റമദാനിലെ കർമ്മങ്ങളിലെ ഒരു വിഹിതം റമദാൻ അല്ലാത്ത നാളുകളിലും നിലനിർത്താൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ഒരു കർമ്മവും നിലച്ചു പോകുന്നില്ല, റമദാനോടുകൂടി നിലച്ചു പോകുന്നില്ല. അസ്സൗമു ലയന്തഹി, നോമ്പ് നിലച്ചു പോകുന്നില്ല. ഐച്ഛികമായ നോമ്പുകൾ റമദാൻ അല്ലാത്ത മാസങ്ങളിലുമുണ്ട്. വൽ ഖുർആനു ലയർഹൽ, ഖുർആൻ എങ്ങോട്ടും യാത്ര പോയിട്ടില്ല. സഹോദരങ്ങളെ, നാളെ അന്ത്യദിനത്തിൽ അടിമയുടെ ശുപാർശകനായിട്ട് ഖുർആൻ വരും. ആ ഖുർആന്റെ കൂടെ ഇനിയും ജീവിക്കുവാൻ നമുക്ക് സാധ്യമാവണം എന്നുള്ളതാണ്. ഖുർആൻ പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരുമായി മാറാൻ ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ, റമദാന് ശേഷവും നമുക്ക് സാധ്യമാവണം എന്നുള്ളതാണ്. നോമ്പ് അവസാനിക്കുന്നില്ല, ഐച്ഛികമായ നോമ്പുകളായി അത് വീണ്ടും നമ്മിൽ വരണം. വൽ ഖുർആനു ലയർഹൽ, ഖുർആൻ യാത്ര പോയിട്ടില്ല, എങ്ങും യാത്ര പോയിട്ടില്ല. ഇതാ ഇവിടെയുണ്ട് ഖുർആൻ, ഈ മസ്ജിദിലുണ്ട്, നമ്മുടെ ഭവനങ്ങളിലുണ്ട്, എല്ലാ ഇടങ്ങളിലുമുണ്ട്, നമ്മുടെ ലൈബ്രറികളിലുമുണ്ട്. ഖുർആൻ എങ്ങും പോയിട്ടില്ല. ഖുർആന്റെ കൂടെ ജീവിക്കുവാൻ ഇനിയും നമുക്ക് സാധ്യമാവണം എന്നുള്ളതാണ്. വൽ മസാജിദു ലൻ തുഗ്ലഖ്, പള്ളികൾ മസ്ജിദുകൾ അടക്കപ്പെട്ടിട്ടില്ല, മസ്ജിദുകൾ തുറന്നു കിടക്കുകയാണ്. റമദാനിന് ശേഷവും നമ്മുടെ പള്ളികളായ മസ്ജിദുകൾ മുഴുവനും തുറന്നു കിടക്കുകയാണ്. സഹോദരങ്ങളെ, ആ മസ്ജിദുകളോട് ഹൃദയബന്ധം നിലനിർത്തുവാൻ വിശ്വാസികൾക്ക് സാധിക്കണം എന്നുള്ളതാണ്. നാളെ അള്ളാഹുവിന്റെ അർശിന്റെ രാജസിംഹാസനത്തിന്റെ നിഴൽ നേടിയെടുക്കുന്നവർ റജുലുൻ മുഅല്ലഖുൻ ഖൽബുഹു ബിൽ മസാജിദ്, പള്ളികളുമായി ഹൃദയം ബന്ധപ്പെട്ട് കിടക്കുന്ന ആളുകളാണ്. പള്ളികളുമായി ഹൃദയബന്ധിതമായി ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. വൽ മസ്ജിദു ബൈതു കുല്ലി തഖയ്യൻ, മസ്ജിദ് എന്ന് പറയുന്നത് ഓരോ മുത്തഖിയുടെയും ഭവനമാണ്. അല്ലാഹുവിനെ സൂക്ഷിക്കുന്ന ഓരോ അടിമയുടെയും ഭവനമാണ് മസ്ജിദ് എന്ന് പറയുന്ന. സഹോദരങ്ങളെ, റമദാനോടുകൂടി മസ്ജിദുകൾ അടഞ്ഞു പോയിട്ടില്ല. വൽ ഇസ്തിജാബതു ലൻ തതവഖഫ്,
അള്ളാഹു പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യുന്ന അവസ്ഥ നിലച്ചു പോയിട്ടില്ല. സഹോദരങ്ങളെ, അള്ളാഹു ഇതാ അടിമയോട് വീണ്ടും പറയുകയാണ്, എപ്പോഴും പറയുകയാണ്, എന്നേക്കുമായി പറഞ്ഞിരിക്കുകയാണ്, ഉദ്ഉനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നെ വിളിക്കുക, ഞാൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യും. റമദാനിൽ മാത്രം വിളിക്കാനല്ല പറഞ്ഞത്, റമദാനിൽ മാത്രം ചോദിക്കാനല്ല പറഞ്ഞത്. നിങ്ങൾ എന്നെ എപ്പോൾ വിളിച്ചാലും ഞാനിതാ നിങ്ങളുടെ നാഡീ നരമ്പുകളെക്കാൾ നിങ്ങളോട് അടുത്തിരിക്കുന്നു എന്ന് അള്ളാഹു പറയുന്നു. എപ്പോ വിളിച്ചാലും അള്ളാഹു ഉത്തരം ചെയ്യും എന്നുള്ളതാണ് സഹോദരങ്ങളെ. വൽ അജ്റു ലൻ ഖതിഅ, പ്രതിഫലം മുറിഞ്ഞു പോയിട്ടില്ല. റമദാനിൽ മാത്രമേ പ്രതിഫലമുള്ളൂ എന്നാരും ധരിക്കണ്ട. ആ പ്രതിഫലം സത്യവിശ്വാസികൾക്ക് അവരുടെ സുഹൃതങ്ങൾക്ക് എന്നെന്നും ലഭിച്ചുകൊണ്ടേയിരിക്കും. ഇന്നല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി ഫലഹും അജ്റുൻ ഗൈറു മംനൂൻ. നിശ്ചയം സത്യവിശ്വാസികളും സുഹൃതവാന്മാരുമായ ആളുകൾ, സൽപ്രവർത്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്കും മുറിഞ്ഞു പോവാത്ത പ്രതിഫലമാണ്. ഓരോ നന്മകൾക്കും 10 ഇരട്ടി പ്രതിഫലമാണ്. അത് റമദാനിൽ മാത്രമല്ല, റമദാൻ അല്ലാത്ത കാലങ്ങളിലുമാണ്. സഹോദരങ്ങളെ, ഒന്നുകൂടി ആവർത്തിക്കുന്നു, നോമ്പ് അവസാനിക്കുന്നില്ല. ഐച്ഛിക നോമ്പുകളായത് നിലനിൽക്കുന്നുണ്ട്. ഖുർആൻ എവിടെയും പോയിട്ടില്ല. മസ്ജിദുകളുടെ കവാടങ്ങൾ അടഞ്ഞു പോയിട്ടില്ല. സഹോദരങ്ങളെ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യുന്ന അവസ്ഥ നിലച്ചു പോയിട്ടില്ല. പ്രതിഫലങ്ങൾ മുറിഞ്ഞു പോയിട്ടില്ല എന്നുള്ള ബോധ്യം വിശ്വാസികൾക്ക് റമദാനിന് ശേഷവും വേണം എന്നുള്ളതാണ്. നന്മകൾ ധാരാളം ചെയ്ത മാസമായിരുന്നു റമദാൻ. അത് മാത്രമായിരുന്നില്ല റമദാൻ, അള്ളാഹുവിലേക്ക് ധാരാളമായിട്ട് നാം പശ്ചാത്തപിച്ചു മടങ്ങിയ മാസം കൂടിയായിരുന്നു അത് ഷഹ്റു തൗബയായിരുന്നു, തൗബയുടെ മാസം. അതുകൊണ്ട് സഹോദരങ്ങളെ, പാപപങ്കിലമായ ജീവിതത്തിലേക്ക് തിരിച്ചു പോകാതിരിക്കാനുള്ള അതീവ ജാഗ്രതയും വിശ്വാസിക്ക് വേണം എന്നുള്ളതാണ്. പാപപങ്കിലമായ ജീവിതത്തിലേക്ക് തിരിച്ചു പോകാതിരിക്കാനുള്ള അതീവമായ ജാഗ്രതയും വിശ്വാസിക്ക് വേണം. അസ്സലഫ്, മുൻഗാമികൾ പറയാറുണ്ടായിരുന്നു. എന്താണ് അവരെ പറഞ്ഞിരുന്നത്? ദംബും വാഹിദും ബഅദ തൗബതി അഖ്ബഹു മിൻ 70 ദംബൻ ഖബ്ലഹാ. പശ്ചാത്തപിച്ചതിന് ശേഷം ഒരു പാപം ചെയ്യുക എന്ന് പറയുന്നത് പശ്ചാത്തപിക്കുന്നതിന്റെ മുമ്പ് 70 പാപങ്ങൾ ചെയ്യുന്നതിന് തുല്യമാണ്. പശ്ചാത്തപിച്ചതിന് ശേഷം ഒരു പാപം ചെയ്യുക എന്നുള്ളത് പശ്ചാത്തപിക്കുന്നതിന്റെ മുമ്പ് 70 പാപങ്ങൾ ചെയ്യുന്നതിന് തുല്യമാണെന്ന് മുൻഗാമികൾ പറയാറുണ്ടായിരുന്നു. സഹോദരങ്ങളെ, അതുകൊണ്ട് പാപപങ്കിലമായ ജീവിതത്തിലേക്ക് തിരിച്ചു പോവാതിരിക്കാനുള്ള അതീവമായ ജാഗ്രത മഹാനായ മർസദ് ബിൻ അബീ മർസദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു. മർസദ് ബിൻ അബീ മർസദ് റളിയല്ലാഹു അൻഹു പ്രവാചകനിൽ വിശ്വസിച്ച് മദീനയിൽ വന്നതിന് ശേഷം ഒരിക്കൽ വീണ്ടും മക്കയിലേക്ക് തിരിച്ചു പോകുന്നുണ്ട്. മക്കയിലേക്ക് യാത്ര ചെയ്യുന്ന ഘട്ടത്തിലാണ് മർസദ് ബിൻ അബീ മർസദ് റളിയല്ലാഹു അൻഹു തന്റെ കാമുകിയായ ഇനാഖിനെ കണ്ടുമുട്ടുന്നത്. ഇനാഖ് മർസദിനെ ഇങ്ങനെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. മർസദ് മദീനയിൽ പോയതും പ്രവാചകനിൽ വിശ്വസിച്ചതും ഒന്നും ഇനാഖ് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. മർസദിന്റെ കൂടെ പാപപങ്കിലമായ ജീവിതം നയിച്ച ചരിത്രമാണ് ഇനാഖിനുണ്ടായിരുന്നത്. മർസദ് ഇങ്ങനെ മക്കയിലേക്ക് തിരിച്ചു വരുമ്പോ ഇനാഖിന്റെ ദൃഷ്ടിയിൽപ്പെട്ടു. അത് മർസദാണെന്ന് തിരിച്ചറിഞ്ഞു. ഒരു കാലത്ത് ഇനാഖിന്റെ കൂടെ വ്യഭിചാര ജീവിതം നയിച്ചയാളായിരുന്നു മർസദ്. അതുകൊണ്ട് ഇനാഖിന് പ്രതീക്ഷയായി. പക്ഷേ ഇന്ന് മർസദ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചിരിക്കുന്നു. മർസദിനെ കണ്ടപ്പോൾ ഇനാഖ് പ്രലോഭിപ്പിക്കുകയാണ്. പക്ഷേ മഹാനായ മർസദ് ബിൻ അബീ മർസദ് റളിയല്ലാഹു അൻഹു പറയുന്നു, എന്നെ വിട്ടേക്കണം ഇനാഖ്, എന്നെ വിട്ടേക്കണം, ഞാൻ അല്ലാഹുവിലും അവന്റെ ദൂതനിലും വിശ്വസിച്ചിരിക്കുന്നു. ഇന്നല്ലാഹ ഹറമ സിനാ, നിശ്ചയം അല്ലാഹു തആല വ്യഭിചാരം നിഷിദ്ധമാക്കിയിരിക്കുന്നു. മർസദിനെ കിട്ടാത്തത് മുഖേന വലിയ പ്രതികാരമായി ഇനാഖിന്, മർസദ് റളിയല്ലാഹു അൻഹുവിനോട് വലിയ പ്രതികാരമായി. ഖുറൈശികളുടെ അടുക്കൽ ചെന്നുകൊണ്ട് മർസദിന്റെ സാന്നിധ്യം അറിയിച്ചു. ഇതാ മർസദ് മുഹമ്മദിന്റെ അനുയായിയായിട്ട് വീണ്ടും മക്കയിലേക്ക് വന്നിരിക്കുന്നു. നിങ്ങൾക്കെതിരെ ഗൂഢാലോചന നടത്താനാണ് മർസദ് മക്കയിലേക്ക് വന്നിട്ടുള്ളത്. അവർ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബി മർസദ് ബിൻ അബീ മർസദ് റളിയല്ലാഹു അൻഹുവിനെ കൂട്ടമായിട്ട് ആക്രമിക്കുകയാണ്. ചില കാടന്മാർ മർസദ് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിൽ മൂത്രമൊഴിക്കുന്ന അവസ്ഥ വരെ ഉണ്ടായി. വലിയ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു. പക്ഷേ അപ്പോഴും
പിശാചിന്റെ പ്രലോഭനങ്ങളിലേക്ക്, ആ പഴയ പാപത്തിലേക്ക് മർസദ് റളിയല്ലാഹു അൻഹു തിരിച്ചു പോകുന്നില്ല. ശരിയാം വണ്ണം പശ്ചാത്തപിച്ചാലുള്ള അവസ്ഥ ഇതാണ്. ആ പാപത്തിലേക്ക് വീണ്ടും തിരിച്ചു പോവില്ലെന്നാണ് മർസദ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തെ മുൻനിർത്തിക്കൊണ്ട് മഹാന്മാരായ മുഹദ്ദിസുകളും ചരിത്രകാരന്മാരും നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യം, സഹോദരങ്ങളെ, സഹോദരിമാരെ, റമളാനിന് ശേഷം മൂന്നാമതായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത്, റമളാനിന് മുമ്പുണ്ടായിരുന്ന നമ്മുടെ സൂക്ഷ്മതയുണ്ടല്ലോ, റമളാനിന് ശേഷം അതിനെ അതിസൂക്ഷ്മതയായിട്ട് മാറ്റിയെടുക്കുവാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. റമളാനിന് മുമ്പ് നമുക്കുണ്ടായിരുന്ന തഖ്വയെ റമളാനിന് ശേഷം വറആക്കി മാറ്റിയെടുക്കുവാൻ, തഖ്വ എന്ന് പറഞ്ഞാൽ സൂക്ഷ്മതയാണ്. സൂക്ഷ്മത, യഥാർത്ഥത്തിൽ ആ സൂക്ഷ്മത കൈവരിക്കാൻ വിശ്വാസിക്ക് സാധ്യമാവണമെങ്കിൽ വറഅ വേണമെന്നുള്ളതാണ്. വറഅ എന്ന് പറഞ്ഞാൽ അതിസൂക്ഷ്മത. വറഅ എന്താണെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഇജ്തിനാബു ശുബ്ഹാത്തി ഖൗഫൻ മിനൽ വുഖൂഇ ഫിൽ മുഹറമാത്ത്, നിഷിദ്ധങ്ങളിൽ വീണുപോകുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് സംശയമുള്ള കാര്യങ്ങളടക്കം, അവ്യക്തമായ കാര്യങ്ങളടക്കം ഒഴിവാക്കുന്ന ഒരു നിലവാരമുണ്ടല്ലോ, അതാണ് അതിസൂക്ഷ്മത എന്ന് പറയുന്നത്. അള്ളാഹ് വിലക്കപ്പെട്ട കാര്യങ്ങൾ ആയിക്കൊള്ളണം എന്നില്ല, എന്നാൽ പോലും അള്ളാഹു വിലക്കപ്പെട്ട കാര്യങ്ങളിൽ പെട്ടുപോകുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് സംശയമുള്ളതും അവ്യക്തതയുള്ളതുമായ കാര്യങ്ങൾ കൂടി ഒഴിവാക്കുന്നതാണ് അതിസൂക്ഷ്മത എന്ന് പണ്ഡിതന്മാരെ വിശദീകരിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് ഉണ്ട്, ഇന്നൽ ഹലാല ബയ്യിനുൻ വ ഇന്നൽ ഹറാമ ബയ്യിൻ, നിശ്ചയം അനുവദനീയങ്ങൾ വളരെ വ്യക്തമാണ്, നിഷിദ്ധവും വളരെ വ്യക്തമാണ്. വ ബൈനഹുമാ മുസ്തബിഹാത്തുൻ, ആ അനുവദനീയത്തിന്റെയും നിഷിദ്ധത്തിന്റെയും ഇടയിൽ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവ്യക്തമായ ചില കാര്യങ്ങൾ ഉണ്ടാവും. അവ്യക്തമായ ചില കാര്യങ്ങളുണ്ടാകും. ലാ യഅലമുഹുന്ന കസീറും മിനന്നാസ്, അധിക ആളുകൾക്കും അതിനെ സംബന്ധിച്ച് വിധി അറിയുകയില്ല. അത് ഹലാലാണോ ഹറാമാണോ എന്നറിഞ്ഞുകൂടാത്ത അവ്യക്തമായ ചില കാര്യങ്ങൾ വ്യക്തമായി നിങ്ങൾക്ക് ഹലാലെന്നും ഹറാമെന്നും അറിയുന്നവയ്ക്കിടയിൽ ഉണ്ടാവാം. ഫമനിത്തഖ ശുബ്ഹാതി ഇസ്തബ്റഅ ലിദീനിഹി വഇർളിഹി, ഈ അവ്യക്തമായ കാര്യങ്ങൾ ചെയ്യാതെ അതിനെ സംബന്ധിച്ച് ഒരാൾ ജാഗ്രത കൈകൊള്ളുകയാണെങ്കിൽ അയാൾ അയാളുടെ മതത്തിന് വേണ്ടിയാണ്, അയാളുടെ അഭിമാനത്തിന് വേണ്ടിയാണ് ആ ജാഗ്രത കൈകൊണ്ടിട്ടുള്ളത്, അതിനെ ഒഴിവാക്കിയിട്ടുള്ളത്. വമൻ വഖഅ ഫി ശുബ്ഹാതി വഖഅ ഫിൽ ഹറാം, ആരെങ്കിലും അവ്യക്തമായ കാര്യങ്ങളിൽ പെട്ടുപോയാൽ അയാൾ നിഷിദ്ധമായ കാര്യങ്ങളിലാണ് പെട്ടുപോയിട്ടുള്ളത്. സഹോദരങ്ങളെ, അതുകൊണ്ട് അവ്യക്തതകൾ അടക്കം ഒഴിവാക്കുക. എനിക്ക് കൃത്യമായി അറിഞ്ഞുകൂടാതെ ചെയ്യാൻ പറ്റൂലേ എന്ന്, പറ്റുമോ പറ്റുകയില്ലേ എന്ന് കൃത്യമായി അറിയാത്തത് നിമിത്തം ഞാനത് ഒഴിവാക്കുന്നു. അത് നിഷിദ്ധമാവാനുള്ള സാധ്യതയുള്ളത് കൊണ്ട്, അത് ശുബ്ഹാത്തുകളിൽ മുസ്തബിഹാത്തുകളിൽ അകപ്പെട്ടതുകൊണ്ട് ഞാനത് ഒഴിവാക്കുന്നു എന്നൊരു മാനസികാവസ്ഥയിലേക്ക് വിശ്വാസി വരുമ്പോൾ, സഹോദരങ്ങളെ, അതിനാണ് വറ എന്ന് പറയുന്നത്. റമളാനിന് ശേഷം വിശ്വാസിക്കുണ്ടാവേണ്ടത് ഈ അതിസൂക്ഷ്മതയാണ്. അനുവദനീയം എന്ന് ഉറപ്പില്ലാത്ത കാര്യങ്ങൾ ഒഴിവാക്കുക എന്നതായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ. നമുക്കറിയാം, പ്രവാചകൻ പറഞ്ഞു, ദഅമാ യുരീബുക ഇലാ മാ ലാ യുരീബുക, നീ സംശയമുള്ളത് ഒഴിവാക്കി സംശയമില്ലാത്തത് എടുക്ക്, സംശയമുള്ളത് നീ ഒഴിവാക്ക്. അതിസൂക്ഷ്മതയായിരുന്ന പ്രവാചകന്റെ മാതൃകയെന്ന് നമ്മൾ പറഞ്ഞു. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വളരെയേറെ വിശപ്പുള്ള ഒരു സന്ദർഭം. പ്രവാചകൻ ഇങ്ങനെ നടന്നു പോകുമ്പോൾ വഴിയിൽ ഒരു കാരക്ക കാണുകയാണ്. ഒരു കാരക്ക, പ്രവാചകൻ അത് കഴിക്കാൻ വല്ലാത്ത ആഗ്രഹമുണ്ട്. പക്ഷേ പ്രവാചകൻ തൽക്കാലത്തേക്ക് അത് വേണ്ടെന്ന് തീരുമാനിക്കുകയായിരുന്നു. നമുക്കറിയാം, പ്രവാചകന്മാർക്ക് സ്വതക്ക കഴിക്കാൻ പാടില്ല, ദാനധർമ്മമായിട്ട് ലഭിക്കുന്നത് പ്രവാചകന്മാർക്ക് കഴിക്കാൻ പാടില്ല. സകാത്തുൽ നിന്നുള്ള ധനം പ്രവാചകന്മാർക്ക് അനുവദനീയമല്ല, പ്രവാചകന്മാർക്കും പ്രവാചക കുടുംബത്തിനും അനുവദനീയമല്ല. ഈ അനുവദനീയമല്ലാത്തതിൽ നിന്ന് വീണുപോയതായേക്കുമോ ഈ കാരക്ക എന്ന ആശങ്ക നിമിത്തം അങ്ങേയറ്റം വിശപ്പുള്ള അവസ്ഥയിലും റസൂലുള്ള അത് ഒഴിവാക്കുകയാണ്. അത് ഒഴിവാക്കിയതിനു ശേഷം റസൂലുള്ള പറയാണ്, ലൗലാ അന്നി അഖാഫു അൻ തകൂന മിന സ്വദഖതി അകൽതുഹാ, അത് സ്വദഖയിൽ പെട്ടതല്ലെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നുവെങ്കിൽ ഞാനത് കഴിക്കുമായിരുന്നു. അത് സ്വതക്കയിൽ പെട്ടതല്ലെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നുവെങ്കിൽ ഞാനത് കഴിക്കുമായിരുന്നു. അതെങ്ങാനും സക്കാത്ത് സ്വതക്കയുടെ ധനത്തിൽ നിന്ന് വീണുപോയതായേക്കുമോ എന്ന ആശങ്ക കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒഴിവാക്കുകയാണ്. ഇതാണ് സഹോദരങ്ങളെ അതിസൂക്ഷ്മത എന്ന് പറയുന്നത്. ഇതാണ് റമളാനിന് ശേഷമുള്ള നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത്. നമ്മുടെ സാമ്പത്തിക രംഗത്തും നമ്മുടെ സാമൂഹിക രാഷ്ട്രീയ ധാർമ്മിക മണ്ഡലങ്ങളിലെല്ലാം ഈ അതിസൂക്ഷ്മത ഉണ്ടാവണം. ഈ അതിസൂക്ഷ്മത കൈവരിക്കുമ്പോഴാണ് ഈ
വറഇ കൈവരിക്കുമ്പോഴാണ് തഖ്വയുടെ ഭാഗമായിട്ട് വിശ്വാസിക്ക് നിലനിൽക്കാൻ സാധിക്കുക. അതാണ് കവി പറഞ്ഞത്, ഖല്ലിദ്ദുനൂബ സഗീറഹാ വകബീറഹാ ഫഹുവ തുഖാ. നീ പാപങ്ങളെ ഒഴിവാക്കണം. ഖല്ലിദ്ദുനൂബ സഗീറഹാ, ചെറിയ പാപങ്ങളെയും ഒഴിവാക്കണം. വകബീറഹാ, വലിയ പാപങ്ങളെയും ഒഴിവാക്കണം. ഫഹുവ തുഖാ, അതാണ് സൂക്ഷ്മത എന്ന് പറയുന്നത്, അതാണ് തഖ്വ എന്ന് പറയുന്നത്. തഖ്വയെ വിശദീകരിക്കുകയാണ് കവി. ഫസ്നഇ കമാശൻ ഫൗഖ അർളി ശൗഖി യഹ്ദറു മാ യറാ. ഫസ്നഇ, നീ പ്രവർത്തിക്കണം. ഏതുപോലെ പ്രവർത്തിക്കണം? നിനക്ക് തഖ്വയുണ്ടെങ്കിൽ നീ പ്രവർത്തിക്കേണ്ടത് കമാശൻ ഫൗഖ അർളി ശൗഖി യഹ്ദറു മാ യറാ. സഹോദരങ്ങളെ, ഇതൊരു ഹദീസിന്റെ വിശദീകരണം കൂടിയാണ്. നീ പ്രവർത്തിക്കേണ്ടത് കമാശിൻ, നടന്നു പോകുന്ന ഒരാളെ പോലെയാണ്. ഫൗഖ അർളി ശൗഖി, മുള്ളു നിറഞ്ഞ ഒരു വഴിയിലൂടെ നടന്നു പോകുന്ന ഒരാളെ പോലെയാണ്. യഹ്ദറു മാ യറാ, കാണുന്നതെല്ലാം അയാൾക്ക് പേടിയാണ്. ഞാൻ ചവിട്ടുന്നത് മുള്ളിലേക്ക് ആയേക്കുമോ എന്ന ഭയം നിമിത്തം ചവിട്ടുന്നിടത്ത് മുഴുവനും അയാൾക്ക് പേടിയാണ്. ആ ജാഗ്രതയോട് കൂടിയാണ് നീ ദുനിയാവിൽ ജീവിക്കേണ്ടത്. നീ ചെയ്യുന്ന കാര്യങ്ങൾ അത് ഹലാലാണെന്ന് ഉറപ്പുവരുത്താൻ നിനക്ക് സാധിക്കണം എന്നുള്ളതാണ്. ലാ തഹ്ഖിറന്ന സഗീറതൻ ഇന്നൽ ജിബാല മിനൽ ഹസാ. ലാ തഹ്ഖിറന്ന സഗീറതൻ, ഒരു ചെറുപാപത്തെയും നീ നിസ്സാരമായി കാണരുത്. ഇന്നൽ ജിബാല മിനൽ ഹസാ, കാരണം വലിയ മലകൾ ഉണ്ടാവുന്നത് ഒരുപാട് കല്ലുകൾ ചേരുമ്പോഴാണ്. ഒരുപാട് കല്ലുകൾ ഇങ്ങനെ കൂട്ടിവെച്ചാൽ അതൊരു മലയായിട്ട് മാറുമെന്നതുപോലെ ചെറുപാപങ്ങൾ കൂട്ടിവെക്കുമ്പോൾ വൻപാപമായി തീരുന്ന അവസ്ഥയുണ്ടാകും. അതുകൊണ്ട് ചെറുപാപങ്ങളിൽ നിന്നും ജാഗ്രത കൈകൊണ്ടുകൊണ്ടുള്ള ജീവിതം, അതാണ് തഖ്വ എന്ന് ഒരു ഹദീസിന്റെ പിൻഫലത്തിൽ നിന്നുകൊണ്ട് കവി വിശദീകരിക്കുകയാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളെല്ലാം, അതിനെ സംബന്ധിച്ചെല്ലാം കൃത്യമായ ജാഗ്രത നമുക്കുണ്ടാവണം. നാലാമതായിട്ട് ഉണർത്താനുള്ളത്, റമദാനിലൂടെ നാം നേടിയെടുത്ത സ്വബറിനെ കുറിച്ചാണ്. അള്ളാഹുവിന് വേണ്ടി പട്ടിണി കിടന്നും വികാരേച്ഛകൾ നിയന്ത്രിച്ചും ക്ഷമയുടെ പടവുകൾ കയറാൻ നാം പരിശീലിച്ചു എന്നുള്ളതാണ്. പതറാതെയും തളരാതെയും ക്ഷമയോടെ അധർമ്മത്തിനെതിരിൽ, അനീതിക്കെതിരിൽ, അന്യായത്തിനെതിരിൽ, അസത്യത്തിനെതിരിൽ പ്രതിഷേധിക്കുവാൻ നമുക്ക് സാധ്യമാവേണ്ടുന്ന കാലമാണ് പുതിയ കാലം എന്ന് പറയുന്നത്. എല്ലാ കാലത്തും വിശ്വാസിക്ക് അതിന് സാധ്യമാവണം. പക്ഷേ സബറോടുകൂടി അടിയുറച്ചു നിൽക്കുവാൻ വിശ്വാസിക്ക് കൂടുതൽ കഴിയേണ്ടുന്ന കാലമാണ് പുതിയ കാലം എന്ന് പറയേണ്ടി വരും. രാജ്യത്ത് നമുക്കറിയാം മുസ്ലിം വിരുദ്ധ നിയമങ്ങൾ, മുസ്ലിം വിരുദ്ധ നിയമങ്ങൾ എന്ന് മാത്രമല്ല കരിനിയമങ്ങൾ എന്ന് തന്നെ പറയേണ്ടി വരും. തുടർച്ചയായി പാസാക്കിക്കൊണ്ടിരിക്കുകയാണ്. പൗരത്വ ബില്ലിൽ തുടങ്ങിയതാണ്, ഇപ്പോൾ വഖഫ് ബില്ലാണ് പാർലമെന്റിന്റെ ഇരുമണ്ഡലങ്ങളിലും പാസാക്കിയിട്ടുള്ളത്. 2 സഭകളിലും വഖഫ് ബില്ല് പാസാക്കിയ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് നമ്മളുള്ളത്. ഇനിയും മേഘ സിവിൽ കോഡ് അടക്കമുള്ള കാര്യങ്ങൾ കേന്ദ്ര ഫാസിസ്റ്റ് ഭരണകൂടത്തിന്റെ അജണ്ടകളാണ്. സഹോദരങ്ങള്, രാജ്യത്തെ ജനങ്ങളെ മതപരമായിട്ട് ഭിന്നിപ്പിക്കുന്ന ഇത്തരം അജണ്ടകൾക്കെതിരെ സമാധാനപരവും ജനാധിപത്യപരവുമായ ശൈലിയിൽ ശക്തമായിട്ട് വിയോജിക്കുവാൻ, വിരൽ ചൂണ്ടുവാൻ സത്യവിശ്വാസികൾക്കും സാധ്യമാവണം. ഈ രാജ്യത്തെ മതനിരപേക്ഷ ശക്തികളുടെ കൂടെ തന്നെ നിന്നുകൊണ്ട് ഈ അധർമ്മത്തിനെതിരിൽ, അസത്യത്തിനെതിരിൽ, അന്യായത്തിനെതിരിൽ വിരൽ ചൂണ്ടാൻ വിശ്വാസിക്ക് കഴിയണം. അതാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അഫ്ളലുൽ ജിഹാദി കലിമത്തു അദ്ലിൻ ഇൻദ സുൽത്താനിൻ ജായിർ. അക്രമിയായ അധികാരികളുടെ മുമ്പിൽ നീതിയുടെ, സത്യത്തിന്റെ, ന്യായത്തിന്റെ ശബ്ദം മുഴക്കുക എന്ന് പറയുന്നത് ഏറ്റവും ഉത്കൃഷ്ടമായ ജിഹാദാണ്. ഇവിടെ നിശബ്ദരായി, നിഷ്ക്രിയരായി, മൗനികളായി നിലനിൽക്കുക എന്ന് പറയുന്നത് അത് പൈശാചികമായ മൗനമാണെന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചിട്ടുണ്ട്. ഈ രാജ്യത്തെ ഉമ്മത്തിന്റെ സാമൂഹികവും സാമ്പത്തികവും മതപരവുമായ അസ്തിത്വത്തെ തന്നെ വെല്ലുവിളിക്കുന്ന ബില്ലാണ് വഖഫ് ബിൽ എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. സഹോദരങ്ങളെ, അതിനെ നമുക്ക് നിസ്സാരമായി കാണാൻ സാധിക്കുകയുമില്ല. ഫാസിസത്തെ ഭയപ്പെടാതെ, ഫാസിസത്തിന് കീഴ്പ്പെടാതെ ശക്തമായി വിയോജിക്കുക എന്നതാണ് ഈ കാലഘട്ടത്തിലെ സ്വബർ എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, അതുകൊണ്ട് സ്വബറോടുകൂടി സത്യമാർഗത്തിൽ ഉറച്ചു നിൽക്കുവാൻ, പതറാതെ തളരാതെ അക്ഷമരാവാതെ ആത്മസംയമനം കൈകൊള്ളാതെ മുന്നോട്ട് നീങ്ങുവാൻ വിശ്വാസികൾക്ക് സാധ്യമാകണമെന്നാണ് നാലാമതായിട്ട് ഉണർത്താനുള്ളത്. അഞ്ചാമതായി പറയാനുള്ളത്, ഈ ഈമാനിലും തഖ്വയിലും സ്വബറിലുമായി നമ്മുടെ യുവതലമുറയെ വളർത്തിയെടുക്കുക
നേടിയെടുക്കുവാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. നാം മാത്രം വളർന്നാൽ പോരാ, നമ്മുടെ മക്കളും ഈ ഈമാനിലും തഖ്വയിലും സബറിലുമായി വളരണം. പ്രതിസന്ധികളും പരീക്ഷണങ്ങളും ലോകത്തും രാജ്യത്തും ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈമാനുള്ള തലമുറയ്ക്ക് മാത്രമേ അതിജീവിക്കുവാനും അതിജയിക്കുവാനും സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. സഹോദരങ്ങളെ, നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഇതൊരു അവധിക്കാലം കൂടിയാണ്. മക്കളെ കേവലം മൊബൈൽ ഗെയിമുകളിൽ തള്ളിവിടാതെ തർബിയത്തിന്റെയും തസ്കിയത്തിന്റെയും ബാലപാഠങ്ങൾ അവർക്ക് പകർന്നു നൽകാൻ നമുക്ക് സാധ്യമാവണം. ഖുർആനും ഹദീസും ഇസ്ലാമിക ചരിത്രവുമെല്ലാം നാം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ലതുപോലെ പകർന്നു കൊടുക്കണം. കാരണം നമ്മുടെ കാര്യം മാത്രമല്ല, നമ്മുടെ കുടുംബത്തിന്റെ കാര്യത്തിലടക്കം ജാഗ്രത കൈകൊള്ളുവാനാണ് ആവർത്തിച്ചുകൊണ്ട് ഖുർആൻ പറയുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. സത്യവിശ്വാസികളെ, നിങ്ങൾ നിങ്ങളുടെ കാര്യം ശ്രദ്ധിക്കണം, നിങ്ങളുടെ കുടുംബത്തിന്റെ, നിങ്ങളുടെ ഭാര്യ സന്താനങ്ങളുടെ കാര്യം ശ്രദ്ധിക്കണം. നല്ലതുപോലെ നിങ്ങൾ അവരെ കാത്തുകൊള്ളിൻ. നാറാ, നരകത്തിൽ നിന്ന് കാത്തുകൊള്ളിൻ. വഖൂദുഹന്നാസു വൽ ഹിജാറ, ആ നരകത്തിന്റെ ഇന്ധനം മനുഷ്യരും കല്ലുമാണ്. അലൈഹാ മലായികത്തുൻ ഖിലാദുൻ ശിദാദുൻ ലാ യഅ്സൂനല്ലാഹ മാ അമറഹും, ആ നരകത്തിന് കാവൽക്കാരായിട്ട് മലക്കുകളാണുള്ളത്. പരുഷന്മാരായ കഠിന ഹൃദയരായ മലക്കുകൾ, അല്ലാഹു കൽപ്പിച്ചതിനെതിരായിട്ട് ഒന്നും പ്രവർത്തിക്കാത്ത മലക്കുകൾ. വയഫ്അലൂന മാ യുമറൂൻ, അല്ലാഹു കൽപ്പിച്ചതെന്തോ അത് മാത്രം പ്രവർത്തിക്കുന്ന മലക്കുകൾ. ആ മലക്കുകൾ കാവൽക്കാരായിട്ട് നിൽക്കുന്ന ആ നരകത്തിൽ നിന്ന് നിങ്ങളെ മാത്രമല്ല, നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും നിങ്ങളുടെ സന്താനങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നല്ലതുപോലെ കാത്തുകൊള്ളിനെന്ന് ഖുർആൻ ആവർത്തിച്ചുകൊണ്ട് പറയാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, തീഷ്ണമായ പരീക്ഷണങ്ങളിൽ ഫലസ്തീനിലെ കുഞ്ഞുങ്ങൾ പിടിച്ചു നിൽക്കുന്നത് അവിടുത്തെ മാതാക്കളുടെ തർബിയത്തിന്റെ ഗുണമാണെന്ന് ജാസിമുൽ മുത്തവ്വയെ പോലുള്ള ഗ്രന്ഥകാരന്മാരെ പലവരും സൂചിപ്പിച്ചതാണല്ലോ സഹോദരങ്ങളെ. അതുകൊണ്ട് സ്കൂളുകൾ അടഞ്ഞു കിടക്കുന്ന ഈ കാലത്ത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ പാഠശാലയായിട്ട് മാറാൻ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് തർബിയത്തും തസ്കിയത്തും പകർന്നു നൽകുന്ന കുഞ്ഞുങ്ങളുടെ മാതൃകാ പാഠശാലകളായിട്ട് മാറാൻ മാതാപിതാക്കൾക്ക് സാധിക്കണം എന്നുള്ളതാണ്. അല്ലുമ്മു മദ്റസത്തുൻ ഇദാ അഅദത്തഹാ അഅദത്ത ശഅബൻ ത്വയ്യിബൽ ഇറാഖി. ഉമ്മ എന്ന് പറയുന്നത്, മാതാവെന്ന് പറയുന്ന പാഠശാലയാണ്. അവർ നല്ല തലമുറയാണ് വളർത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് കവി പറയുന്നുണ്ടല്ലോ സഹോദരങ്ങളെ. എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച പ്രവാചകന്മാരുടെ ചരിത്രം, പരിഷ്കർത്താക്കളുടെ ചരിത്രം, വിമോചകരുടെ ചരിത്രം, നവോത്ഥാന നായകന്മാരുടെ ചരിത്രം നാം നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം എന്നുള്ളതാണ്. പ്രവാചകന്മാരുടെ ചരിത്രം പറഞ്ഞു കൊടുക്കണം. അഷദ്ദുന്നാസി ബലാഅൻ അൽഅംബിയാഉ സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. ജനങ്ങളിൽ ഏറ്റവും വലിയ പരീക്ഷണത്തിനിരയായത് പ്രവാചകന്മാരായിരുന്നു. പിന്നീട് ആ പ്രവാചകന്മാർക്ക് ശേഷമുള്ള ആളുകളായിരുന്നു. സഹോദരങ്ങളെ, പ്രവാചകന്മാരുടെ ചരിത്രത്തോടൊപ്പം പരിഷ്കർത്താക്കളുടെ ചരിത്രവും നമ്മളവരെ പഠിപ്പിക്കണം എന്നുള്ളതാണ്. ഖുലഫാഉ റാഷിദുകളുടെ ചരിത്രം നമ്മുടെ മക്കൾക്ക് പകർന്നു കൊടുക്കണം. വിമോചകരുടെ ചരിത്രം, ഈ ദീനിനു വേണ്ടി മർദ്ദിത ജനകോടികളുടെ പക്ഷത്തു നിന്ന് പടപൊരുതിയ പോരാടിയ വിമോചകരായിട്ടുള്ള നമ്മുടെ മുന്നണി പോരാളികളുടെ ചരിത്രം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം. സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി മുതൽ നൂറുദ്ദീൻ സങ്കി മുതൽ ഇമാം ഹസനുൽ ബന്ന മുതൽ ഷെയ്ഖ് അഹമ്മദ് യാസീൻ വരെയുള്ള വിമോചകരായ പണ്ഡിതന്മാരുടെ പോരാളികളുടെ ചരിത്രം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം എന്നുള്ളതാണ് സഹോദരങ്ങളെ. ഈ ചരിത്രമെല്ലാം നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കുമ്പോഴാണ്, അറിയുമ്പോഴാണ് പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള ആത്മീയമായ, ഈമാനികമായ, മാനസികമായ കരുത്ത് നമ്മുടെ കുഞ്ഞുങ്ങൾ ആർജിക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളെ നെഞ്ചോട് ചേർത്ത് നിർത്തിക്കൊണ്ട് അവർക്ക് തർബിയത്തും തസ്കിയത്തും നൽകുവാൻ നമുക്ക് സാധ്യമാവുന്ന കാലമാണ് ഈ അവധിക്കാലം എന്ന് പറയുന്നത്. അവധിക്കാലത്തെ കുഞ്ഞുങ്ങളുടെ ശിക്ഷണത്തിന് വേണ്ടി തലമുറകളെ വാർത്തെടുക്കുവാൻ നല്ലതുപോലെ പ്രയോജനപ്പെടുത്തുക. അഖൂലു ഖൗലി ഹാദാ വ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ.